ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മന്തി റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. മന്തിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതിനുള്ള ചിക്കനെല്ലാം മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മന്തി റൈസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ദം ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ മന്തി അങ്ങനെ ഉണ്ടാക്കാറില്ല. കൂടുതലും നെയ്ച്ചോറും ബിരിയാണിയാണ് ഉണ്ടാക്കൽ. മന്തി ഇപ്പം ഒരു വട്ടം എപ്പോഴോ ഉണ്ടാക്കിയിട്ടുണ്ട് തോന്നുന്നു, അല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും ബിരിയാണിയാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ റൈസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ ഹെൽത്തി ഫുഡാണല്ലോ കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക, പുറത്തുനിന്ന് അങ്ങനെ കൂടുതലും സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കില്ല കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ പുറത്തുനിന്ന് അങ്ങനെ മേടിക്കുള്ളൂ. ബാക്കി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നില്ല. മന്തിയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എൻ്റെ ഇവിടെ അടുത്തുള്ളൊരു മുസ്ലിം കൂട്ടുകാരിയുണ്ട്, അവളാണ് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ നെയ്യൊക്കെ ഒഴിച്ചു. എന്നിട്ട് 3-4 പച്ചമുളക് കീറാതെ അതുപോലെ തന്നെ കുത്തി വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ അവൾ പറഞ്ഞു തന്നതാണ്. പിന്നെ ദം ഇടാൻ പോവുക കേട്ടോ. കനലിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലും ഓയിലല്ല ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ട് അപ്പം തന്നെ ഞാൻ മൂടി വെക്കുവാണ്. മൂടി വെച്ചിട്ട് നമ്മുടെ മൈദയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കുവാണ്. കാരണം അതിൻ്റെ പുകയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് ചെറിയൊരു ദമ്മിൽ ഇട്ടേക്കാണ് കേട്ടോ. അപ്പം മന്തി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിനിടയ്ക്ക് പിള്ളേരും ഒന്ന് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ദമ്മ് പൊട്ടിച്ചു. അടിപൊളി, നല്ല മണമായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുന്ന പോലെ തന്നെ നല്ലൊരു മണമായിരുന്നു. തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പക്ഷേ കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണം കൂടുതൽ കഴിക്കാറില്ല. ആദ്യമൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നന്നായിട്ട് ഭക്ഷണം വീട്ടിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പോയി കഴിക്കാൻ മടിയാണ്. നമുക്ക് അത്ര ടേസ്റ്റൊക്കെ പിടിക്കത്തില്ല. ചില സമയങ്ങളിൽ മാത്രം, ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ മാത്രമേ അങ്ങനെ കഴിക്കലുള്ളൂ. എല്ലാം വീട്ടിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കി നോക്കും. അപ്പോൾ നമ്മുടെ മന്തിയുടെ ഫൈനൽ സ്റ്റേജാണ്. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ ഫ്രണ്ടിന് തന്നെയാണ്. അവൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ സൺഡേയിലെ സ്പെഷ്യൽ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളെ കണ്ടുപോകുന്നുണ്ട്, വീഡിയോസ് കണ്ടുപോകുന്നുണ്ട്. പക്ഷേ കൂടുതലും ആളുകളും 99% സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും മന്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ടാണ് ഇതിൻ്റെ റെസിപ്പി ഇടാത്തത്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ആദ്യത്തെ ഉരുള നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് മന്തി, യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓൾറെഡി ലേറ്റായി. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് ഉണ്ടാക്കിയത്. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് വൈകി കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2:30 ആയി ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അനിയന്മാരുണ്ട്, മമ്മിയുണ്ട്, മക്കളുണ്ട്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.